ഇന്ന് നമുക്ക് 4 വ്യത്യസ്ത പ്രണയ കഥകൾ പറയുന്ന കഥ ഇന്ന് വരെ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥ തുടങ്ങുമ്പോൾ നായകനായ രാമചന്ദ്രനെയാണ് കാണിക്കുന്നത്. 49 വയസ്സായിട്ടും രാമചന്ദ്രൻ വിവാഹം കഴിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്യൂണായിരുന്നു രാമചന്ദ്രൻ. വിവാഹത്തെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ചോദ്യത്തിനെല്ലാം രാമചന്ദ്രന്റെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. പതിവ് പോലെ ജോലിക്കെത്തിയ രാമചന്ദ്രൻ പുതുതായി ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയി വരുന്ന കാര്യം മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് അറിയും. അതൊരു പാലക്കാട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പിന്നീട് പാലക്കാടാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഗ്രാമത്തിൽ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന വാസുവിനാണെങ്കിലോ സംസാരശേഷിയൊന്നുമില്ല. വാസുവിന്റെ മകനാണ് രാമു. രാമു എന്നും നേരത്തെയാണ് സ്കൂളിൽ പോകുന്നത്. എന്തെന്നാൽ രാമുവിന് അവന്റെ ക്ലാസ്സിലെ ജാനകി എന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് രാമുവിനൊരു പതിവായിരുന്നു. പക്ഷേ ഇതുവരെയും ജാനകി അവനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്നെങ്കിലും അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് രാമു തന്റെ കൂട്ടുകാരനോട് പറയും. എന്നാൽ മറ്റൊരു വശത്ത് ആലപ്പുഴയിലെ പാർട്ടി നേതാവായ ശിവരാജനെയാണ് കാണിക്കുന്നത്. ആ നാട്ടിൽ ഒരു അമ്മയും മകളും ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് സജീവ് എന്നൊരാൾ സ്ഥിരമായി ചെന്ന് ശല്യം ചെയ്യുമായിരുന്നു. അവനെ ഒന്ന് ഒതുക്കണമെന്ന് കൂട്ടാളികളോട് അയാൾ പറയും. കൂടെ ജോസഫിനെയും കൂട്ടിക്കൊള്ളുവാനായും പറയുന്നു. അതേസമയം തന്നെ ഉമ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഉമ ഒരു ഡാൻസറാണ്. കോളേജ് കഴിഞ്ഞ് ബോട്ടിൽ വരികയായിരുന്നു ഉമ. അതേ ബോട്ടിൽ തന്നെയായിരുന്നു ആ സജീവനും ഉണ്ടായിരുന്നത്. സജീവനാണെങ്കിലോ സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം അസുഖമുണ്ടാകും. അതേസമയം ബോട്ടിലേക്ക് കയറിയ ജോസഫും കൂട്ടരും സജീവനെ പിടിച്ച് തല്ലുവാനായും തുടങ്ങി. അത് കണ്ടുനിന്ന ഉമയാണെങ്കിൽ കാര്യമൊന്നും അറിയാതെ എന്തിനാ ഒരാളെ വെറുതെ തല്ലുന്നത് എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിൽ ഇടപെടും. ബോട്ട് കരയിലെത്തിയപ്പോൾ ഉമയെ കാത്ത് അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു ഈ ഉമ. എന്നാൽ ആ ഗ്യാപ്പിൽ സജീവൻ രക്ഷപ്പെട്ടതിന്റെ ദേഷ്യത്തിലായിരുന്നു ജോസഫും. അതിനുശേഷം കാണിക്കുന്നത് വണ്ടിപ്പെരിയാറിലുള്ള ഒരു ലിക്കർ ഷോപ്പാണ്. അവിടുത്തെ തൊഴിലാളി സ്ഥിരമായി ഒരു മുസ്ലിം പെൺകുട്ടിക്ക് മദ്യം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവൾ ദൂരെ വന്ന് നിൽക്കും. 1 വർഷമായി ഇത് തുടരുകയാണ്. 1 വർഷമായി ആ തൊഴിലാളി, അയാളുടെ പേരാണെങ്കിൽ പറയുന്നില്ല, അവളുടെ കണ്ണുകളെ പ്രണയിക്കുകയാണ്. മുഖം മറച്ചിരിക്കുകയാണ് അവൾ. ഒരിക്കൽ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം അവളോട് തുറന്നു പറയുമെന്ന് അവൻ കൂട്ടുകാരോട് പറയുമായിരുന്നു. മറ്റൊരു വശത്ത് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി എത്തിയ ഓഫീസറായിരുന്നു ലക്ഷ്മി. രാമചന്ദ്രൻ ഉൾപ്പെടെ എല്ലാ സ്റ്റാഫുകളും ലക്ഷ്മിയെ പരിചയപ്പെടുവാനായും പോകും. ജാനകിയോടൊന്നും മിണ്ടാൻ പോലും പറ്റാതെ ഇരിക്കുകയാണല്ലോ രാമു. പുതുതായി ക്ലാസ്സിലേക്ക് വന്ന ടീച്ചറാണെങ്കിൽ കുട്ടികളെയൊക്കെ പരിചയപ്പെടും. ജാനകിക്ക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതിനാൽ ജാനകിയെ കൊണ്ട് ടീച്ചർ ഒരു പാട്ട് പാടിക്കും. അതെല്ലാം സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് രാമു. എന്നാൽ സജീവൻ രക്ഷപ്പെട്ട ദേഷ്യത്തിൽ ഉമയുടെ വീട് കണ്ടുപിടിച്ച് പ്രശ്നമുണ്ടാക്കാൻ എത്തിയ ജോസഫിനെ അയൽക്കാരെല്ലാം വിളിച്ചുകൂട്ടി ഉമ ഓടിക്കുകയാണ്. അതെല്ലാം അറിഞ്ഞ അച്ഛനാണെങ്കിൽ ഉമ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവളെ വഴക്ക് പറയും. ഉമയ്ക്ക് അച്ഛൻ മാത്രമാണുള്ളത്, അവൾക്ക് അമ്മയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ലിക്കർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളിയല്ലേ, തൽക്കാലം നമുക്ക് അവനെ നസീർ എന്ന് വിളിക്കാം. നസീറിനെ കാണാനായിട്ട് അവന്റെ 3 കൂട്ടുകാരും വരും. അവരൊരു വേശ്യ സ്ത്രീയെയും കൊണ്ടാണ് വന്നതും. കുറച്ചു നേരത്തേക്ക് നിന്റെ വീടൊന്ന് തരണമെന്ന് പറയുമ്പോൾ ആദ്യം നസീർ സമ്മതിക്കില്ല. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അതിന് തയ്യാറാകും. 3 പേരും കാര്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇനി നീ ചെല്ലെന്ന് പറയും. കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാനായിട്ട് അകത്തേക്ക് കയറിയ നസീർ ആണെങ്കിൽ കട്ടിലിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ കാണും. അവളോട് അവൻ പറയും, എനിക്കിതിനൊന്നും ഒരു താല്പര്യവുമില്ല. കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ അവന്മാർ എന്നെ കളിയാക്കും. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. 1 വർഷമായി ഞാൻ അവളെ പ്രണയിക്കുകയാണ്. പക്ഷെ അവളോടത് പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരുന്നോട്ടെ, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ കളിയാക്കും. അവരങ്ങനെ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ കട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കും, ആട്ടെ, ആരെയാ നിങ്ങൾ പ്രണയിക്കുന്നത്? എന്താ അത് തുറന്നു പറയാത്തത്? മനസ്സിലുള്ള കാര്യം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നു പറയേ. മദ്യപിക്കുമെങ്കിൽ 2 അടിച്ചിട്ട് പോയി അവളോട് തുറന്നു പറയുവാനായി പറയുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ നസീറിന് പ്രചോദനമായി. അവൻ അവളോട് തുറന്നു പറയുവാനായും തീരുമാനിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനായി ഇരുന്ന സമയം. എന്നാൽ രാമചന്ദ്രൻ മാത്രം മാറിയിരുന്ന ആഹാരം കഴിക്കുന്നത് ലക്ഷ്മി കാണുകയാണ്. പ്യൂൺ ആയതിനാൽ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം രാമചന്ദ്രനെ ഒറ്റപ്പെടുത്തുന്നു എന്ന കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി. ലക്ഷ്മിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തതിനാൽ രാമചന്ദ്രനെയും അവരോടൊപ്പം ആഹാരം കഴിക്കുവാനായും ക്ഷണിക്കും. രാമചന്ദ്രൻ വന്നിരിക്കുന്നതെന്നും മറ്റുള്ള സ്റ്റാഫുകൾക്ക് ഇഷ്ടമാകുന്നതേയില്ല. സംസാരിക്കുന്നതിനിടെ ലക്ഷ്മിയാണെങ്കിൽ തന്റെ ഭർത്താവ് മരിച്ചുപോയി 20 വയസ്സുള്ള ഒരു മകളുണ്ട് എന്ന കാര്യമൊക്കെ പറയുന്നു. രാമചന്ദ്രനോട് സംസാരിച്ചിരിക്കുന്നത് ലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. എന്നാൽ രാമചന്ദ്രൻ സംസാരിക്കുന്നത് മറ്റൊരാൾ തടയുന്നുമുണ്ട്. അതെല്ലാം ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ വാസുവിനെയാണ് കാണിക്കുന്നത്. ശില്പിയായ വാസു ആദ്യം മറ്റൊരാളുടെ അടുത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും പിണങ്ങി ഇപ്പോൾ പുതിയൊരു മുതലാളിയുടെ അടുത്ത് വന്നിട്ടുണ്ട്.
വാസു കാരണമാണ് അയാൾക്കിപ്പോൾ ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നതും. എന്നാൽ വാസുവിനാണെങ്കിൽ പറയുന്നത്ര ശമ്പളമൊന്നും കൊടുക്കത്തില്ല. എന്ന് സ്ഥിരമായ ശമ്പളം, എത്ര വർക്ക് കിട്ടിയാലും കൂടുതൽ ശമ്പളം കൊടുക്കുന്നതേയില്ല. വാസുവിനെ കരുതി അമ്പലത്തിലുള്ള പുതിയൊരു ശില്പത്തിനുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. മുതലാളി അതിന്റെ സന്തോഷത്തിലാണ്. വാസുവിനെ കണ്ടിട്ടാണല്ലോ അവർ ആ ഓർഡർ കൊടുത്തതും. എന്നാൽ മുതലാളിയാണെങ്കിൽ ശമ്പളം കൊടുക്കത്തേയില്ല. വാസു അക്കാര്യം മുതലാളിയോട് ചോദിക്കുന്നു. ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ വാസു അയാളുമായി പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഉമ്മയാണെങ്കിൽ തന്റെ കൂട്ടുകാരിയെ കാണാനായി എത്തുന്നുണ്ട്. ഉമ്മയുടെ കൂട്ടുകാരിയാണെങ്കിൽ കോളേജിൽ പോകാതെ പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കാര്യം തിരക്കിയപ്പോഴാണ് അവളുടെ പിന്നാലെ മറ്റൊരു പയ്യൻ നടക്കുകയായിരുന്നു. അവൾ എസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് അവൻ വിരട്ടുന്നുമുണ്ട്. അത് പേടിച്ചാണ് അവൾ വീട്ടിൽ കയറിയിരിക്കുന്നത്. ഉമ്മ തന്റെ കൂട്ടുകാരിയും കൂട്ടി നേരെ പോയത് പാർട്ടി നേതാവായ ശിവരാജിനടുത്തേക്കായിരുന്നു. ശിവരാജിനെ ഉമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്നാൽ മുൻപൊരു പ്രശ്നം നടന്ന് ശിവരാജ് രാത്രി ഓടിക്കയറിയത് ഉമ്മയുടെ വീട്ടിലേക്കായിരുന്നു. ഉമ്മയാണ് അന്ന് രാത്രി അവളുടെ വീട്ടിൽ ശിവരാജിന് അഭയം കൊടുത്തതും. അന്ന് ശിവരാജ് പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനെല്ലാം പരിഹാരം കണ്ടെത്തി തരാമെന്ന്. ശിവരാജിന് അന്നു മുതൽ ഉമ്മയോടും കുടുംബത്തിനോടും നല്ല സ്നേഹമാണ്. പാർട്ടി ഓഫീസിലെത്തിയ ഉമ്മയാണെങ്കിൽ ശിവരാജിനോട് കാര്യം അവതരിപ്പിച്ചു. ഒന്നും പേടിക്കണ്ട, ഈ പ്രശ്നം എന്റെ പിള്ളേര് പരിഹരിച്ചു തരുമെന്ന് ശിവരാജൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ശിവരാജൻ നേരെ വിളിച്ചത് ജോസഫിനെ തന്നെയായിരുന്നു. ജോസഫിനെ കണ്ടതും ഉമ്മ ഞെട്ടി. ഇവർ തമ്മിൽ മുൻപേ ഒരു പ്രശ്നമുണ്ടല്ലോ. രണ്ടുപേരും നേർക്കുനേർ കണ്ടതും വഴക്ക് തുടങ്ങി. അത് കണ്ട ശിവരാജനാണെങ്കിൽ ജോസഫിനെ വഴക്ക് പറയും. ഉമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണില്ല, നീ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതെന്ന് ജോസഫിനോട് പറയും. എത്രയും വേഗം ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുവാനായി ജോസഫിനോട് പറഞ്ഞു. അങ്ങനെ ജോസഫ് കോളേജിലെത്തി പ്രശ്നമുണ്ടാക്കുന്ന ആ പയ്യനെ കണ്ടെത്തി വിരട്ടുകയും ചെയ്തു. ആ പ്രശ്നം അവിടെ സോൾവായി. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ നസീറിന് ഇപ്പോൾ ഒരു ധൈര്യം കിട്ടിയിരിക്കുകയാണല്ലോ. എങ്ങനെയും തനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയോട് ആ ഒരു ഇഷ്ടം തുറന്നു പറയുവാനായി നസീർ തീരുമാനിച്ചിരിക്കുന്ന സമയം പതിവ് പോലെ തന്നെ അവൾ മദ്യം വാങ്ങുവാനായി ലിക്കർ ഷോപ്പിന് മുന്നിലെത്തി. മദ്യവും കൊടുത്ത് നസീർ ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യുവാനായും തുടങ്ങി. അത് കണ്ട ആ പെൺകുട്ടിയാണെങ്കിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പിന്നാലെ പലരും നടക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉദ്ദേശമൊക്കെ വേറെയാണെന്ന് പറയുമ്പോൾ നസീർ പറയും, എന്റെ ഉദ്ദേശം അതൊന്നുമല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. അത് കേട്ട ആ പെൺകുട്ടിയാണെങ്കിൽ എന്നാൽ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുവാനായി ഒരുങ്ങുമ്പോൾ എനിക്ക് ഒരു തവണയെങ്കിലും ആ മുഖമൊന്ന് കാണിച്ചൂടെ എന്ന് നസീർ ചോദിക്കും. അത് കേട്ട അവളാണെങ്കിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്ന് തന്റെ മുഖത്ത് കെട്ടിയിരുന്ന ആ ഒരു ഷോൾ മാറ്റി കാണിക്കുന്നു. അത് കണ്ടതും നസീർ ഞെട്ടിപ്പോവുകയാണ്. തന്റെ 3 കൂട്ടുകാരും കൊണ്ടുവന്ന ആ വേശ്യ പെൺകുട്ടി തന്നെയായിരുന്നു അത്. അവൻ ഷോക്കായി പോയി. അവളുടെ പേരാണ് നസീമ. ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ മകൻ എക്സാം പാസ്സായതിനാൽ സ്വീറ്റ്സ് കൊടുക്കുകയായിരുന്നു രാമചന്ദ്രൻ. ലക്ഷ്മിക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, എനിക്ക് ഷുഗർ ആണെന്ന് ലക്ഷ്മി പറയും. എന്നാൽ രാമചന്ദ്രനാണെങ്കിൽ ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നതിനാൽ 49 വയസ്സായിട്ടും രാമചന്ദ്രന് യാതൊരുവിധ അസുഖവുമില്ല. രാമചന്ദ്രൻ പറയും, ഒരു കാര്യം ചെയ്താൽ മതി, യോഗയും മെഡിറ്റേഷനും പിന്നെ രാവിലെ കുറച്ചു നേരം നടക്കാനൊക്കെ ഇറങ്ങിയാൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നും രാമചന്ദ്രൻ പറയുന്നു. അത് കേട്ട് ലക്ഷ്മിയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ നടക്കുവാനായും ഇറങ്ങി. രണ്ടാളും താമസിക്കുന്നത് ഏകദേശം അടുത്തടുത്ത് തന്നെയായിരുന്നു. എന്നും രാമചന്ദ്രനും ലക്ഷ്മിയും പാർക്കിൽ വെച്ച് കണ്ടുമുട്ടും. അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു നടക്കാനായി വന്നിരുന്നതും. പിന്നീട് നടക്കാൻ പോകുന്നത് രണ്ടുപേരും സ്ഥിരമാക്കി. അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരുന്നുമുണ്ട്. എന്നാൽ ജോലി കളഞ്ഞിട്ട് നിൽക്കുകയായിരുന്ന വാസുവിനെ അമ്പല കമ്മിറ്റിക്കാർ കാണുകയാണ്. നിനക്ക് ഈ ശില്പമൊക്കെ ഉണ്ടാക്കാൻ നന്നായി അറിയാമല്ലോ, സ്വന്തമായി ജോലിയെടുത്ത് ചെയ്തുകൂടെ എന്ന് അമ്പല കമ്മിറ്റിക്കാർ ചോദിക്കും. അത് കേട്ട വാസുവാണെങ്കിൽ അതിന് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ശില്പം ഉണ്ടാക്കുവാനുള്ള അഡ്വാൻസ് കാശൊന്നും അമ്പല കമ്മിറ്റിക്കാർ കൊടുത്തില്ല. നീ ശില്പം ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് നിനക്ക് ഫുൾ എമൗണ്ട് തരാമെന്ന് അവർ പറഞ്ഞു. ആയതിനാൽ വാസുവാണെങ്കിൽ തന്റെ വീടിന്റെ പ്രമാണം പണയം വെച്ച് ആ കാശ് കൊണ്ട് ശില്പം നിർമ്മിക്കുവാനായും തീരുമാനിച്ചു. കമ്മിറ്റിക്കാർ മുഴുവൻ കാശും തരുന്ന സമയത്ത് അതടച്ച് നമുക്ക് പ്രമാണം തിരികെ എടുക്കാമെന്നും ഭാര്യയോട് പറയും. അങ്ങനെ വാസു പ്രമാണം പണയം വെച്ച് കാശ് വാങ്ങുകയാണ്. മറ്റൊരു വശത്ത് നസീർ ആണെങ്കിൽ വീണ്ടും നമ്മുടെ നസീമയെ കാണുകയാണ്. അവൾ മദ്യം വാങ്ങാനായും എത്തിയിരുന്നു. നസീമ ചോദിക്കും, എന്താ നിനക്ക് എന്നെ കണ്ടപ്പോഴേ എന്നോടുള്ള പ്രണയമെല്ലാം പോയോ? അത് കേട്ട നസീർ പറയും, അങ്ങനെ പോയിട്ടൊന്നുമില്ല. ആദ്യം ഞാനൊന്ന് ഷോക്കായി, അത് സത്യം തന്നെ. പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നസീമ പറയും, എങ്കിലൊരു കാര്യം ചെയ്യാം, കുറച്ചു നാള് നമുക്ക് ഒരുമിച്ചൊന്ന് സ്പെൻഡ് ചെയ്യാം, അതിനുശേഷം വിവാഹത്തെ പറ്റി ആലോചിക്കാമെന്നും പറയുന്നു. അതിന് നസീർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അവൾക്ക് ഒരുപാട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തെന്നാൽ വിവാഹം വരെ അവൾ അവളുടെ തൊഴിൽ ഉപേക്ഷിക്കത്തേയില്ല. കാരണം എന്തെന്നാൽ എപ്പോഴെങ്കിലും ഇവന്റെ മനസ്സ് മാറി ഇവൻ അവളെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് ജീവിക്കാൻ വരുമാനം വേണ്ടേ? പിന്നെ അവൾ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിനെ കാത്തു നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ്.
അവിടെ ഇവൻ കൊണ്ടുവന്ന് വിടണം. മാത്രമല്ല അവന്റെ കൂട്ടുകാരോടെല്ലാം അവളോടൊപ്പം കിടന്ന ആ 3 പേരുണ്ടല്ലോ, അവരോട് ഇവളെയാണ് പ്രണയിക്കുന്നതെന്ന് നസീർ തുറന്നു പറയുകയും വേണമെന്നും പറയുമ്പോൾ അവളുടെ കണ്ടീഷനുകൾക്കെല്ലാം നസീർ അംഗീകരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് രാമുവിനെയും അച്ഛനെയുമാണ് കാണിക്കുന്നത്. അച്ഛൻ രാമുവിനെ കൊണ്ടുപോയിട്ട് നല്ല ഷർട്ട് എടുത്തു കൊടുക്കുകയാണ്. അടുത്ത ദിവസം അവന്റെ പിറന്നാളാണ്. പിങ്ക് കളർ ഷർട്ടാണ് അവൻ എടുത്തത്. കാരണം എന്തെന്നാൽ ജാനകിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ പിങ്ക് ആയിരുന്നു. പിങ്ക് കളർ ഷർട്ടുമിട്ട് അവൻ സ്കൂളിലേക്ക് എത്തി. പക്ഷെ കുട്ടികളെല്ലാം അവനെ ഒരുമാതിരിയാണ് നോക്കുന്നതും. എന്നാൽ ജാനകിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വരും. അന്ന് ആദ്യമായിട്ടാണ് ജാനകി അവനോട് മിണ്ടിയതും. അവന്റെ ഷർട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറും പിങ്ക് ആയിരുന്നല്ലോ. ഷർട്ട് നന്നായിട്ടുണ്ടെന്നും അവൾ പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ രാമു ആണെങ്കിൽ ജാനകിക്ക് അടുത്തെത്തിയിട്ട് നിനക്ക് യുവജനോത്സവത്തിന് ആ പാട്ട് പാടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ പാട്ട് മുഴുവനും അറിയത്തില്ല. മാത്രമല്ല എന്റെ വീട്ടിൽ പാട്ട് പാടുന്നതൊന്നും അച്ഛൻ ഇഷ്ടമേ അല്ല. പാട്ട് കേൾക്കുന്നതും ഇഷ്ടമല്ല. പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പാഴിപ്പോകുമെന്ന് അച്ഛൻ പറയുന്നതെന്ന് പറയുമ്പോൾ നിനക്കതിന്റെ വരി ഫുൾ അറിഞ്ഞാൽ നീ പാടുമോ? അത് കേട്ട ജാനകിയാണെങ്കിൽ പാടുമെന്ന് പറയുന്നു. രാമു ആണെങ്കിൽ ജാനകിയുടെ പേര് യുവജനോത്സവത്തിന് കൊടുത്തതിനു ശേഷം നേരെ പോയി ചലച്ചിത്ര ഗാനങ്ങളുടെ ബുക്ക് വാങ്ങിക്കുകയാണ്. അതിലേത് പാട്ടാണോ ജാനകി പാടുവാനായി ആഗ്രഹിച്ചത് ആ പാട്ടുമുണ്ടായിരുന്നു. അതിനുശേഷം രാമു ആ ചലച്ചിത്ര ഗാനങ്ങളുടെ ബുക്കുമായി നേരെ എത്തിയത് അവന്റെ അച്ഛൻ ഉണ്ടാക്കാൻ പോകുന്ന ഗണപതിയുടെ പ്രതിമയ്ക്ക് അടുത്തായിരുന്നു. ഇവൻ ആദ്യം തന്നെ ഗണപതിയോട് പ്രാർത്ഥിച്ചിരുന്നു ജാനകി അവനോട് വന്ന് മിണ്ടണമേ എന്ന്. അതിപ്പോൾ നടന്നിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളുടെ ബുക്കുമായി പോകുന്നതിന് മുൻപ് തന്നെ അവൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നതും. ഒരിക്കൽ നടക്കുവാനായി എത്തിയ ലക്ഷ്മിയാണെങ്കിൽ രാമചന്ദ്രനെ കാണുകയാണ്. എന്നും അവർ ഒരുമിച്ചാണല്ലോ പോകുന്നതും. അപ്പോൾ രാമചന്ദ്രനോട് പറയും, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരുപാട് പടികൾ കയറണം, എനിക്ക് നേർച്ചയുമുണ്ട്, നമുക്കൊരു ദിവസം അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ രാമചന്ദ്രൻ ലക്ഷ്മിക്കൊപ്പം പോകുവാനായും തയ്യാറായി. അങ്ങനെ അവർ ഒരു ഞായറാഴ്ച അമ്പലത്തിലേക്കും പോവുകയാണ്. ഒരുപാട് പടികൾ കയറണമല്ലോ. ക്ഷീണിച്ചിരുന്ന ലക്ഷ്മിക്കാണെങ്കിൽ രാമചന്ദ്രൻ കുറച്ച് കരിക്കും വെള്ളം കൊടുക്കും. രാമചന്ദ്രൻ ലക്ഷ്മിയെ കെയർ ചെയ്യുന്നത് ലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമായി തുടങ്ങി. അമ്പലത്തിലെത്തിയിട്ടും രാമചന്ദ്രനാണെങ്കിൽ ക്ഷേത്രത്തിലൊന്ന് കയറുന്നത് പോലുമില്ലാതെ പുറത്ത് നിൽക്കുകയാണ്. അത് കാണുന്ന ലക്ഷ്മിയാണെങ്കിൽ കാര്യം തിരക്കുമ്പോൾ എനിക്ക് ദൈവത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. എനിക്ക് ആപത്ത് ഘട്ടം വന്നപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് ദൈവമല്ല, എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവരാണ് എനിക്ക് ദൈവമെന്നും അയാൾ പറയുകയാണ്. രാമചന്ദ്രന് ഒരുപാട് കൂട്ടുകാരുണ്ട്, അത് നല്ല ഫ്രണ്ട്സ് ആണുള്ളതും. മറ്റൊരു വശത്ത് പറഞ്ഞതുപോലെ തന്നെ നസീമയെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നസീർ തന്നെയായിരുന്നു. നസീറിനോട് നസീമ അവന്റെ ഫാമിലിയെ പറ്റി തിരക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചുപോയ കാര്യം നസീർ പറയുകയാണ്. നസീമയുടെ ഫാമിലിയെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. പിന്നെ എന്റെ അമ്മ എയ്ഡ്സ് വന്നാണ് മരിച്ചത്. എന്നെ പോലൊരാളായിരുന്നു എന്റെ അമ്മയും. പിന്നെ ഞാനും ഈ തൊഴിൽ സ്വീകരിച്ചു എന്ന് പറയും. അത് കേട്ടതും നസീർ ഒന്ന് ഞെട്ടിപ്പോകും. പിന്നീട് കസ്റ്റമേഴ്സിന് അടുത്തോട്ടൊക്കെ നസീമയെ കൊണ്ടുപോകുന്ന സമയത്ത് നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൊടുത്തിട്ടാണ് നസീർ പോകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ ഉമ്മയും ജോസഫും തമ്മിൽ പതിയെ പതിയെ പ്രണയത്തിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും പിന്നീട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവർക്കിടയിൽ പ്രണയം വളരുകയും ചെയ്തു. എന്നാൽ നസീറും നസീമയും ഒക്കെ ഒന്നിച്ചു പോകുന്നതൊക്കെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. മാത്രവുമല്ല ജോസഫും ഉമ്മയുമായിട്ടുള്ള ബന്ധം ജോസഫിന്റെ പാർട്ടിക്കാരും അറിഞ്ഞു. ശിവരാജനാണെങ്കിൽ രണ്ടുപേരെയും വിളിച്ച് അക്കാര്യം ചോദിക്കുന്ന സമയത്ത് ഉമ്മ തനിക്ക് ജോസഫിനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിന്നു. ഈ ജോസഫ് ആദ്യം ഹിന്ദുവായിരുന്നു, പിന്നീടാണ് ക്രിസ്ത്യനായി മാറിയതും. അവർ രണ്ടാളും അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മനസ്സിലാക്കി ശിവരാജനാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്, ജോസഫ് എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കണമെന്നും പറഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് രാമചന്ദ്രനും ലക്ഷ്മിയും നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ലക്ഷ്മി ചോദിക്കും, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് കേട്ട രാമചന്ദ്രനാണെങ്കിൽ ഒരു തെറ്റുമില്ലെന്ന് പറയും. എങ്കിലെന്നെ വിവാഹം കഴിച്ചൂടെ എന്ന് രാമചന്ദ്രനോട് ചോദിക്കുന്നു. പക്ഷെ അതിന് രാമചന്ദ്രന് മറുപടിയില്ലായിരുന്നു. ഒന്നും മിണ്ടാതെ രാമചന്ദ്രൻ അവിടെ നിന്ന് പോയി. അതറിഞ്ഞ രാമചന്ദ്രന്റെ സുഹൃത്തുക്കളാണെങ്കിൽ അവരെന്തായാലും അത് ചോദിച്ചല്ലേ, നിനക്കെന്താ സമ്മതിച്ചാലേ? അപ്പോൾ രാമചന്ദ്രൻ പറയും, ഈ പ്രായത്തില് എങ്ങനെയാ ഒരു വിവാഹമൊക്കെ? അതിനൊന്നും ഒരു കുഴപ്പവുമില്ലെന്ന് കൂട്ടുകാർ ഉപദേശിക്കും. അടുത്ത ദിവസം ജോലിക്കെത്തിയ ലക്ഷ്മിയാണെങ്കിൽ രാമചന്ദ്രനെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നതേയില്ല. കാരണം തലേ ദിവസം ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിന് രാമചന്ദ്രൻ ഒഴിഞ്ഞു മാറുകയാണല്ലോ ചെയ്തത്. അന്ന് രാത്രി തന്നെ ലക്ഷ്മി രാമചന്ദ്രനെ ഫോൺ വിളിക്കുകയാണ്. പക്ഷേ കോൾ എടുത്തത് രാമചന്ദ്രന്റെ കൂട്ടുകാരായിരുന്നു. രാമചന്ദ്രൻ ലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടമാണെന്നായിരുന്നു അവർ ലക്ഷ്മിയോട് പറഞ്ഞതും. അടുത്ത ദിവസം തന്നെ ലക്ഷ്മി തന്റെ മകളോട് ഞാനൊരു വിവാഹം കഴിക്കാൻ പോകുന്നു, എന്താ നിന്റെ അഭിപ്രായം? കൂടെയുള്ള രാമചന്ദ്രനാണെന്നും പറയും. എന്നാൽ ലക്ഷ്മിയുടെ മകളാണെങ്കിൽ ആദ്യം ഒന്ന് എതിർക്കും. ലക്ഷ്മിയുടെ സഹോദരനാണെങ്കിൽ ഇതിനൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്.
മാത്രവുമല്ല നാട്ടുകാരെന്തു വിചാരിക്കുമെന്നും മകൾ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയും, നീ ഒരു വലിയ ഫെമിനിസ്റ്റ് അല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒടുവിൽ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. രാമചന്ദ്രനെ തനിക്കൊന്ന് കാണണമെന്നും മകൾ പറയും. അതേസമയം തന്നെ ജോസഫിനൊപ്പം ആലപ്പുഴയിലുള്ള ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു ഉമയും. അവിടെ തന്നെ അടുത്തൊരു വീട്ടിലായിട്ട് LIC പോളിസിയുടെ കാര്യം സംബന്ധിച്ച് ഉമയുടെ അച്ഛനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഉമയുടെ അച്ഛൻ അവിടെ വെച്ച് കാണുകയാണ്. പക്ഷേ അപ്പോൾ ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് എത്തിയ അച്ഛന് വല്ലാത്ത ദേഷ്യമായിരുന്നു. വീട്ടിലെത്തിയ ഉമയോട് അച്ഛന് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് രാമചന്ദ്രനെ കാണുവാനായിട്ട് ലക്ഷ്മിയുടെ മകൾ എത്തിയിരിക്കുകയാണ്. തന്റെ അമ്മ എടുത്ത തീരുമാനം തെറ്റായി പോകുമോ എന്ന പേടി മകൾക്കുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ തീരുമാനം ഒരിക്കലും തെറ്റില്ല എന്ന് രാമചന്ദ്രൻ വാക്ക് നൽകി. അതോടെ രാമചന്ദ്രനെ ലക്ഷ്മിയുടെ മകൾക്ക് ഒരുപാട് ഇഷ്ടമായി. അക്കാര്യം ലക്ഷ്മിയെ വിളിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യുവജനോത്സവം എത്തി. രാമ കൊടുത്ത ബുക്കിലെ പാട്ട് പഠിച്ച് ജാനകി അത് പാടുകയായിരുന്നു. സ്കൂളിന് പുറത്തു നിന്ന് ജാനകിയുടെ അച്ഛൻ ആ പാട്ട് കേൾക്കും. തന്റെ മകളാണല്ലോ പാടുന്നതെന്ന് മനസ്സിലാക്കിയ ജാനകിയുടെ അച്ഛനാണെങ്കിൽ അകത്തേക്ക് ചെന്നിട്ട് എല്ലാവരുടെയും മുന്നിലിട്ട് ജാനകിയെ വലിച്ചിറക്കി അവളെ തല്ലുകയാണ്. ടീച്ചേഴ്സൊക്കെ അതിൽ ഇടപെടാൻ ചെന്ന സമയത്ത് ഇവൾ ആദ്യം ഇത് പാടും, പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അവൾ ഇവിടെ പഠിക്കാനാണ് വരുന്നത്, പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും തന്നെ വേണ്ട എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. രാമുവിനും ആകെ വിഷമമായി. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ജാനകി പഠിക്കുവാനായിട്ട് സ്കൂളിൽ വന്നതേയില്ല. രാമു ആണെങ്കിൽ തന്റെ അച്ഛനുണ്ടാക്കുന്ന ആ ഒരു ഗണപതി പ്രതിമയുടെ മുന്നിൽ ചെന്ന് നിന്ന് ജാനകിയെ തനിക്കൊന്ന് കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വശത്ത് നമ്മുടെ നസീറും നസീമയും വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് കാണുന്നതും മിണ്ടുന്നതുമൊക്കെ ആ പരിസരവാസികളൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. ജോസഫിന് ശിവരാജൻ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഉമ തന്റെ എക്സാം ഒക്കെ കഴിയുന്നത് വരെ ഒരു കോണ്ടാക്റ്റും വേണ്ട എന്ന് പറഞ്ഞതിനാൽ ജോസഫ് ആണെങ്കിൽ മൂന്നാറിലേക്കും പോവുകയായിരുന്നു. മാത്രമല്ല ഉമയുടെ അച്ഛൻ അവളോടൊപ്പം മിണ്ടാറേയില്ല. ആ കാരണം തിരക്കുവാനായിട്ട് ഉമ അച്ഛനടുത്തേക്ക് ചെല്ലും. അപ്പോൾ അച്ഛനാണെങ്കിൽ അവളോടൊരു കാര്യം പറയുകയാണ്. അവളുടെ അമ്മയെ പറ്റിയൊക്കെയായിരുന്നു. അമ്മയ്ക്ക് 3-ാം മാസമായ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ അമ്മ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുമെന്നായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് അമ്മ ഉമ്മയ്ക്ക് ജന്മം നൽകി. അമ്മ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പറഞ്ഞത് ഉമയുടെ അച്ഛനോട് മറ്റൊരു വിവാഹം കഴിക്കുവാനായിട്ടായിരുന്നു. എന്നാൽ അച്ഛൻ അതിന് തയ്യാറായില്ല. അമ്മ മരിക്കുന്നതിന് മുൻപ് തന്റെ മകളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് മരിച്ചു പോയതും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉമ മാത്രം മതിയെന്ന് അച്ഛൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാനൊരു വിവാഹം പോലും കഴിച്ചില്ല. എനിക്ക് എന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ടെന്ന് പറയുന്ന സമയത്ത് അതെല്ലാം കേട്ട് ഉമ കരയുകയാണ്. ഇനി എന്താ മോൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് അച്ഛൻ ചോദിക്കുന്ന സമയത്ത് അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. മറ്റൊരു വശത്ത് നമ്മുടെ നസീമ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്തെന്നാൽ അടുത്ത ദിവസം നസീറുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോവുകയായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ കുറച്ച് അയൽവാസികൾ വീട്ടിലേക്ക് വരികയാണ്. നീ ഇവിടെ എന്ത് തൊഴിലാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇത്രയും നാൾ നീ വീട്ടിനകത്ത് ആളിനെ കയറ്റിയില്ല, എന്നാൽ ഇപ്പോൾ നീ വീട്ടിനകത്തും ആളിനെ കയറ്റിയില്ലേ? ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ ഇങ്ങനെയൊന്നും ആകുന്നത് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നവർ പറയുമ്പോൾ നസീമ അതിനേക്ക് എതിർക്കുകയാണ് ചെയ്തത്. പക്ഷെ അവരാണെങ്കിൽ നസീമയുടെ തല പിടിച്ച് ഭിത്തിയിലിടിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം രജിസ്റ്റർ ഓഫീസിൽ നസീമയെ കാത്തു നിൽക്കുകയായിരുന്നു നസീറും കൂട്ടരും. എന്നാൽ നസീമ അവിടെ വന്നില്ല. അവളെ തിരികെ വീട്ടിലെത്തിയപ്പോൾ നസീർ അറിഞ്ഞത് നസീമ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. നസീറിനത് താങ്ങാൻ പറ്റിയില്ല. അവന്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ മാസത്തെ ശമ്പളവുമായിട്ട് നമ്മുടെ ജോസഫ് നാട്ടിലേക്ക് വരികയായിരുന്നു. അവനാണെങ്കിൽ അതിന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഒരാൾ ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന കാര്യം പറയുന്നത്. അതാരുടെ കല്യാണമാണെന്ന് നോക്കിയ സമയത്ത് മറ്റാരുടെയുമല്ല, നമ്മുടെ ഉമയുടെ കല്യാണം തന്നെയായിരുന്നു. അച്ഛനെ സങ്കടപ്പെടുത്താതിരിക്കാൻ, അച്ഛന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഉമ ജോസഫിനെ മറന്നിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഉമ കാറിൽ പോകുന്നത് ദൂരെ നിന്ന് മാറി നോക്കി നിൽക്കുകയാണ് ജോസഫ്. അവന് ആ സങ്കടം സഹിക്കാനായി പറ്റുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് ജാനകിയാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ വരുന്നില്ലല്ലോ. ജാനകിയെ കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ രാമു ആണെങ്കിൽ ജാനകിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോഴാണ് അക്കാര്യം രാമു അറിയുന്നതും. ജാനകിയെ തിരുവനന്തപുരത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്ന കാര്യമാണ് രാമു അറിഞ്ഞതും. അവനത് സഹിക്കാൻ പറ്റിയില്ല.
ഇനി ജാനകിയെ കാണാനേ പറ്റില്ല എന്ന് അവന് മനസ്സിലായി. അതേസമയം തന്നെ രാമുവിന്റെ അച്ഛനാണെങ്കിൽ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ശില്പം ഉണ്ടാക്കി കഴിഞ്ഞ സന്തോഷത്തിൽ നാളെ കാശ് കിട്ടുമ്പോൾ പ്രമാണം തിരികെ എടുക്കാം എന്ന സന്തോഷത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു വാസുവും ഭാര്യയും. അതേസമയം തന്നെ നമ്മുടെ രാമു ആണെങ്കിൽ പ്രതിമയുടെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് ശക്തി ഉണ്ടെന്നാ ഞാൻ കരുതിയത്, നിനക്ക് ഒരു ശക്തിയുമില്ല, ഇനി മുതൽ എനിക്ക് എന്റെ ജാനകിയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിൽ അവിടെയുണ്ടായിരുന്ന കല്ലുകൾ പറകി ശില്പത്തിലേക്ക് എറിയുവാനായും തുടങ്ങി. അടുത്ത ദിവസം അമ്പല കമ്മിറ്റിക്കാർ വന്ന് കാണുമ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ശില്പമാണ് കണ്ടതും. അത് കണ്ട് അവരാണെങ്കിൽ വാസുവിനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണോ നീ ശില്പം ഉണ്ടാക്കുന്നേ? നിന്നെ വിശ്വസിച്ച് ഈ പണി ഏൽപ്പിച്ച ഞങ്ങളെ പറയണം. 2 ദിവസം നിനക്ക് സമയം തരാം, അതിനുള്ളിൽ ഈ ശില്പം ശരിയാക്കി തന്നില്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് വാസുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരവിടെ നിന്ന് പോയതും. അതിനുശേഷം വാസു എത്ര ആ ശില്പം ശരിയാക്കാൻ നോക്കിയിട്ടും പറ്റുന്നതേയില്ല. അതിനെന്തൊക്കെയോ പോരായ്മകൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. തന്നെ കൊണ്ട് ഇനി അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ വാസുവാണെങ്കിൽ വേറെ വഴിയില്ലാതെ ആത്മഹത്യയും ചെയ്തു. അച്ഛന്റെ മരണം രാമുവിന് താങ്ങാനായില്ല. മാത്രവുമല്ല വീടും സ്ഥലവും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതോടുകൂടി രാമുവും അമ്മയും ആ നാട് വിട്ടു തന്നെ പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ലക്ഷ്മിയുടെ വീട്ടിൽ ആകെ പ്രശ്നം. ലക്ഷ്മിയാണെങ്കിൽ രാമചന്ദ്രനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം ലക്ഷ്മിയുടെ സഹോദരൻ അറിഞ്ഞു. നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് ലക്ഷ്മിയുടെ സഹോദരൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ മകളാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമെന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന ലക്ഷ്മിയുടെ സഹോദരനാണെങ്കിൽ മകളെ തല്ലുകയാണ് ചെയ്തത്. ഉടനെ തന്നെ ലക്ഷ്മിയുടെ മകൾ രാമചന്ദ്രനെ വിളിച്ചിട്ട് അച്ഛാ, ഇവിടെ ആകെ പ്രശ്നമാണ്, അമ്മയോടൊന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറയും. അച്ഛ എന്ന വിളി രാമചന്ദ്രന് ഒരുപാട് ഇഷ്ടമായി. രാമചന്ദ്രൻ ഉടനെ തന്നെ ലക്ഷ്മിയുടെ വീടിന്റെ പരിസരത്തെത്തുകയാണ്. രാമചന്ദ്രൻ പോകുന്നതെല്ലാം രാമചന്ദ്രന്റെ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരും രാമചന്ദ്രനെ ഫോളോ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ വീടിന് പരിസരത്തെത്തിയ രാമചന്ദ്രനടുത്തേക്ക് ലക്ഷ്മിയുടെ മകളാണെങ്കിൽ ലക്ഷ്മിയും കൂട്ടി വരും. വേഗം പൊക്കിയോ എന്ന് പറഞ്ഞ് മതില് ചാടിച്ച് അമ്മയെ പറഞ്ഞു വിടുകയാണ് മകൾ. രാമചന്ദ്രൻ ലക്ഷ്മിയുമായി വണ്ടിയിൽ പോകുന്ന സമയത്ത് അതെല്ലാം ലക്ഷ്മിയുടെ സഹോദരൻ കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ സഹോദരന്റെ കൂട്ടാളികളും അവരെ ഫോളോ ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ അവരെ രണ്ടാളെയും അവർ പിടികൂടുന്നുമുണ്ട്. രാമചന്ദ്രനെ അവിടെയിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് രാമചന്ദ്രന്റെ കൂട്ടുകാരാണെങ്കിൽ ഒരു പറ്റം ആളുകളെയും കൊണ്ട് വന്നു നിൽക്കുന്നു. അത് കണ്ട് വേറൊരു വഴിയുമില്ലാതെ ലക്ഷ്മിയുടെ സഹോദരനും കൂട്ടാളികളും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാമചന്ദ്രനും ലക്ഷ്മിയും വിവാഹം കഴിഞ്ഞു. അവരുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയിലെ ലക്ഷ്മി രാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ എന്താ വിവാഹം കഴിക്കാതെ? ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് പ്രണയിച്ചിട്ടുണ്ട്, പക്ഷെ വിവാഹം ഇതാദ്യമായിട്ടാണ്. എന്റെ ദേശം പാലക്കാടായിരുന്നു, അവിടെ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ പാലക്കാടായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജാനകി എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു എന്ന് രാമചന്ദ്രൻ പറയും. സത്യത്തിൽ സിനിമയിലുടനീളം രാമു ജാനകി എന്നിങ്ങനെ 2 കഥാപാത്രങ്ങളെ കാണിച്ചില്ലേ, അത് യഥാർത്ഥത്തിൽ രാമചന്ദ്രന്റെ ജീവിതകഥ തന്നെയായിരുന്നു. പിന്നീട് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറി. അവിടെ വെച്ച് ഉമ എന്നൊരു ബ്രാഹ്മൺ പെൺകുട്ടിയെ പ്രണയിച്ചു. സത്യത്തിൽ ഈ ജോസഫും രാമചന്ദ്രൻ തന്നെയാണ്. രാമചന്ദ്രന് ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടമായപ്പോഴാണ് ജോസഫ് എന്ന പേര് സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറിയതും. പിന്നീട് അതിനുശേഷം കുറച്ചുനാൾ ഞാൻ വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്നു. അവിടെ വെച്ച് നസീമ എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. പക്ഷെ അത് കല്യാണം കഴിക്കാനൊക്കെ ഇരുന്നതാണ്. എന്നാൽ അവൾ മരണപ്പെട്ടു. അതോടെ വിവാഹവും നടന്നില്ല എന്നവൻ പറയും. സത്യത്തിൽ നമ്മൾ ഈ നസീർ എന്ന പേരിട്ടൊക്കെ ഒരാളുടെ കഥ പറഞ്ഞല്ലോ, അതും നമ്മുടെ രാമചന്ദ്രന്റെ കഥ തന്നെയായിരുന്നു. ഈ സിനിമയിൽ മുഴുവനായും 4 പ്രണയ കഥകൾ പറയുന്നു. അത് 4ഉം രാമചന്ദ്രന്റെ ജീവിത കഥകൾ തന്നെയായിരുന്നു. അവസാനമായി രാമചന്ദ്രൻ പ്രണയിച്ചത് ലക്ഷ്മിയായിരുന്നു. അത് വിവാഹത്തിലും അവസാനിച്ചു. അതോടുകൂടി സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.